ഹലോ പറഞ്ഞോളൂ. സർ, സംസാരിക്കുമ്പോ കൂടുതലായിട്ട് ഇങ്ങനെ നെഞ്ചിടിപ്പ് വന്നോണ്ടിരിക്കുന്നു, ഓവറായിട്ട് ഫിയർ വന്നോണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ കുറച്ച് കുറയ്ക്കണം? ഓക്കെ, അത് നിങ്ങളുടെ മെഡിക്കൽ ആയിട്ടുള്ള കേസാണോ, അല്ലെങ്കിൽ സ്ഥിരങ്ങളാണോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ, ഒരു പ്രത്യേക ആൾക്കാരെ കാണുമ്പോഴാണോ, എപ്പോഴാണിത്? ഇല്ല, അത് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വീട്ടുകാരുടെ സ്ഥിരമായിട്ടുള്ള അടുത്തില്ല, സ്ഥിരമായിട്ടുള്ളതാണ്. വെളിയില് പരിചയമുള്ളവരുടെ അടുത്താണെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചില സമയത്ത് ഓവറായിട്ട്. ഓക്കെ, ഇപ്പോഴുണ്ടോ? ഇപ്പോഴുണ്ടോ? ഇപ്പൊ എന്താ കാരണം? അറിയില്ല സാർ, അത് ഇങ്ങനെ സംസാരിക്കണ്ട അത് പേടിയുള്ള കാരണമാണോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ മെഡിക്കൽ കേസ്? ഇത് മെഡിക്കൽ കേസാണോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിരുന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ കേസാണോ ഇത്? ഇല്ല, അങ്ങനത്തെ കേസല്ല. പക്ഷെ എങ്ങനെ ഒരു പേടി. നിങ്ങൾ 2 ദിവസം മുമ്പ് ഒരു ട്രെയിനിങ് ഒക്കെ പോയി വന്ന ആളല്ലേ? അതെ അതെ. അവിടെ പ്രശ്നം ഉണ്ടായിരുന്നോ? അവിടെ ഇല്ല, കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ചു. പക്ഷെ നമ്മള് കുറെ നേരം ഇങ്ങനെ സംസാരിക്കുമ്പോ ഓവറായിട്ട് സംസാരിക്കുമ്പോൾ ഇത്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ, ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴാണിത്? ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഓവറായിട്ട് സംസാരിക്കുന്ന പറയുമ്പോൾ അത് സംതിങ് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനാണ്. ചിലർക്ക് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഗിഡ്നസ് ഒക്കെ വരുന്നത് അത് വേറെ കേസാണ്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു സാഹചര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പേടി വരുന്ന കാരണം സംസാരിക്കാൻ പറ്റാത്താവോ, അല്ലെങ്കിൽ എന്താ വിൽക്കുന്ന പറയില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റാമറിങ് ഒക്കെ വരുന്നത് അതാണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്കത് വരുന്നത്, അത് വീണ്ടും വീണ്ടും ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾക്ക് സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, PhDക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ മീറ്റിംഗ് നടത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ വരേണ്ടത്. എവിടെയാണോ നിങ്ങൾക്ക് ആ പേടി വരുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് ഈ ഒരു വൈബ്രേഷൻ വരുന്നത്, അത് വീണ്ടും വീണ്ടും ചെയ്യാം. അല്ലാതെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് വേറെ കേസ് തന്നെയാണ്. അപ്പൊ എവിടേക്കാണോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വരുന്നത്, എന്താണ് നിങ്ങൾ പറഞ്ഞത്, സംസാരിക്കാൻ പറ്റാത്തത്, ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ആദ്യം സംസാരിക്കാം, എൻ്റെ ആദ്യത്തെ സ്പീച്ച് എന്ന് വെച്ചാൽ 30 സെക്കൻഡുള്ളൂ. എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വാക്ക് തന്നെ കിട്ടിയിരുന്നില്ല, ആകെ ഇരുട്ട് ചെയ്യുന്നില്ല കണ്ണു മുമ്പിൽ, എന്താ പറയാന്ന് പോലും അറിയില്ല. അതും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കണത് കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പൊ അതിപ്പോ എനിക്ക് 14-15 മണിക്കൂർ ഇരുന്ന് ഒറ്റ ഇരിപ്പിന് എനിക്ക് സംസാരിക്കാം. എനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വൈ? ബിക്കോസ് ഇറ്റ്സ് ടു പ്രാക്ടീസ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, സോ എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് വീണ്ടും 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 ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി അത് മാറിക്കിട്ടും. ഹാപ്പി? താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്.